തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർദ്ധിത ആവേശത്തോടെ നുണകളും പച്ചയായ വർഗീയതയും ആഞ്ഞു പ്രസംഗിക്കുന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയ രംഗം കാണുന്നത്. പ്രധാനമന്ത്രിയെ ഇவ்விധം പറഞ്ഞിട്ടും തൃപ്തി വരാത്ത വിധം പിന്നെയും ഉറക്കെ നുണകളും അതിന്മേൽ തീർത്ത വർഗീയതയും പറയാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്തായിരിക്കും? വിഭജനാശയത്തിന് പുറത്തേക്ക് കടന്ന ജനം ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അതിന്മേൽ വോട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്ന ഭയം സർക്കാരിനും മോദിക്കും ഉണ്ടോ? ആളുകളെ ഒരേ വിഷയത്തിലേക്ക്, ഒരേ മതവിഭജനാശയത്തിലേക്ക്, ഒരേ വെറുപ്പിലേക്ക് വീണ്ടും വലിച്ചെടുപ്പിക്കാനുള്ള അവസാനത്തെ പരിശ്രമമാണോ നരേന്ദ്രമോദി നടത്തുന്നത്? ഒരൊറ്റ വിഷയം കൊണ്ട് അജണ്ട തീരുമാനിക്കാൻ കഴിയാത്ത തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറിപ്പോയതിനെ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണോ മോദി സഖ്യം? ഈ ചരിത്രത്തിലില്ലാത്ത വിധമുള്ള വർഗീയതയുടെ തുറന്നു പറച്ചിലുമായി ഒരു സംഘം അഴിഞ്ഞാടുമ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതിൻ്റെ പെരുമാറ്റച്ചട്ടം എന്നിവ എന്തു ചെയ്യുകയാണ്? നാം ഇவ்விധം നിർഭാഗ്യവാന്മാരായ ഒരു കൂട്ടം മനുഷ്യരായി ഈ രാജ്യത്ത് ഇപ്പോഴും തുടരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ ഉള്ളത് BJP നേതാവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, റിജിൽ മാക്കുറ്റി കോൺഗ്രസിൽ നിന്ന് മാധ്യമ പ്രവർത്തകനായ ഡി ശ്രീജിത്ത് എന്നിവരാണ്. ആദ്യം ശ്രീ ജയസൂര്യൻ, എന്തുകൊണ്ടാണ് മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ട, അത് ചർച്ച ചെയ്യേണ്ട, ഭാവി ഇന്ത്യയുടെ സാധ്യതകളെക്കുറിച്ചുള്ള വിഭാവനങ്ങൾ പങ്കുവെക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പിൽ നിരന്തരമായി നുണകളും അതിന്മേൽ കെട്ടിയുണ്ടാക്കിയ വർഗീയതയും മോദി പ്രധാന വിഷയമാക്കുന്നത് എന്തുകൊണ്ടാണ്? മോദി അപ്രകാരം ഒരു ചർച്ചാ വിഷയം ഉന്നയിക്കുന്നതേയില്ല. മോദി പറയുന്ന കാര്യങ്ങൾ ഒന്നരയോ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ അദ്ദേഹം വികസനത്തെക്കുറിച്ചും ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളെക്കുറിച്ചും എണ്ണി പറയുന്നുണ്ട്. പക്ഷേ അത് ഇവിടെ ചർച്ചാ വിഷയമാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോഴും ഞാൻ കുറച്ച് മുമ്പും കേട്ടു പറഞ്ഞത് 4 കോടി വീടുകൾ നൽകി, 30 കോടി ആയുഷ്മാൻ ഇൻഷുറൻസ് നൽകി, 10 കോടി പേർക്ക് LPG നൽകി, 12 കോടി പേർക്ക് ശൗചാലയം നൽകി, 14 കോടി പേർക്ക് വീടുകളിൽ കുടിവെള്ളം നൽകി, അതുപോലെ 11 കോടി കിസാൻ സമ്മാൻ നിധി 11 കോടി പേർക്ക് നൽകി. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ വളരെ വ്യക്തവും വിശദവുമായി പൊതുയോഗങ്ങളിലൂടെ സംസാരിക്കുമ്പോൾ അത് മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നതായ പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായിട്ടുമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, സമാജ്വാദി പാർട്ടിയുടെ നേതാവ് മരിയ ആലം ആണ് പറഞ്ഞത് വോട്ട് ജിഹാദ് വേണ്ടിവരും എന്ന്. അതുപോലെ സാം പിട്രോഡ ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും വേർതിരിച്ചുകൊണ്ടും നീഗ്രോകളോട് ഉപമിച്ചുകൊണ്ടുമൊക്കെ സംസാരിച്ചത് നമുക്കറിയാം. ഈ വിഷയങ്ങളോടൊക്കെ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരിക്കുന്നതാണ് തെറ്റ് എന്നുള്ള നിലയിൽ അതിനെ വർഗീയത എന്ന് ആരോപിക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതുപോലെ ഹജ്ജ് സബ്സിഡി കൂട്ടിയത്, ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്തത്, മുത്തലാഖ് നിരോധിച്ചത്, ഈ കാര്യങ്ങളൊക്കെ കേവലം വർഗീയമായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അത് വർഗീയതയ്ക്ക് അതീതമല്ലേ? ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച അത്തരം വികസന പരിപാടികൾ കൊടുത്തപ്പോൾ അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ദേശമോ ഒന്നും നോക്കിയിട്ടില്ലല്ലോ. എല്ലാവർക്കും വീടും ഇൻഷുറൻസും LPGയും ശൗചാലയവും ടാപ്പുമൊക്കെ കൊടുത്തപ്പോൾ അവിടെയൊന്നും ജാതി മതത്തിൻ്റെ യാതൊരു വേർതിരിവും ഉണ്ടായിരുന്നില്ലല്ലോ. അത്തരം കാര്യങ്ങൾ ചർച്ചയാക്കാതെ കേവലം വർഗീയമായ അജണ്ട എന്ന് പ്രചരിപ്പിക്കുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലാക്കോടുകൂടി ഇവിടുത്തെ പ്രതിപക്ഷമാണ്, അതേപോലെ തന്നെ മാധ്യമങ്ങളുമാണ്. അതല്ലാതെ അതിനപ്പുറം ഒരു യാഥാർത്ഥ്യവുമില്ല. പിന്നെ ഇത്തരം പ്രചരണങ്ങൾ യാതൊരു പരിശ്രമവും BJPക്കില്ല, യാതൊരു ഭയവുമില്ല. ശരി, BJPക്ക് ആത്മവിശ്വാസമാണ്. ജയസൂര്യൻ, ഞാൻ ചോദിക്കുന്നത് ആളുകൾക്ക് ചെയ്തു കൊടുത്തതിനെ കുറിച്ച്, സദ്ഭരണം നടപ്പിലാക്കിയതിനെ കുറിച്ചാണ് മോദി പ്രസംഗിക്കുന്നത് എന്നാണ്. ഞാൻ പറയുന്നത് അതുമാത്രം പ്രസംഗിച്ചാൽ പോരെ, എന്തിനാണ് നുണകൾ പറയുന്നത് എന്നാണ്. ഇന്നിപ്പോൾ മോദി പറയുകയാണ് കോൺഗ്രസിൻ്റെയും SP-യുടെയും സർക്കാർ അധികാരത്തിൽ വന്നാൽ അവർ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്ന്. അത് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? 2, ഈ ദിവസങ്ങളുടെ മോദിയുടെ പ്രസംഗങ്ങളുടെ ഒരു തുടർച്ച പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം, കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് കാണൂ എന്ന മുഖവരിയോടെ അദ്ദേഹം പറഞ്ഞ നുണകൾ നമുക്ക് എണ്ണിയെടുക്കാൻ കഴിയും. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇല്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും വെറുതെ പറയുക പോലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ അച്ചടിച്ചിട്ടുണ്ട് എന്ന നുണയുടെ പിൻബലത്തിൽ അദ്ദേഹം വർഗീയത പ്രസംഗിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് അദ്ദേഹം നുണ പറയുന്നത്? എന്തിനാണ് അദ്ദേഹം നുണയിന്മേൽ വർഗീയത പറയുന്നത്? അദ്ദേഹത്തിന് ക്ഷേമ പ്രവർത്തനങ്ങളുടെ റെക്കോർഡ് പ്രസംഗിച്ചാൽ പോരെ?
ഇവിടെ കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷികൾ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കാശ്മീരിന് പഴയ പദവി തിരികെ കൊടുക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 370-ാം വകുപ്പ് എടുത്ത് കളയും, CAA നടപ്പാക്കിയത് റദ്ദാക്കും എന്ന് തുടങ്ങി എണ്ണി ഇവിടെ പ്രതിപക്ഷവും കോൺഗ്രസും ഒക്കെ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുക രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തും ആവശ്യമാണ്. അത്തരം കാര്യങ്ങൾ, അതുപോലെ രാംലല്ലയുടെ കാര്യത്തിൽ അത് BJPയുടെ രാമനാണ്, അവിടെ ഞങ്ങൾ ദർശനം ചെയ്യില്ല എന്നൊക്കെയുള്ള നിലപാടെടുത്താൽ അതിൽ നിന്ന് വരുന്ന അർത്ഥം എന്താണ്? ആ രാമക്ഷേത്രത്തിൽ ഇതുവരെ രാഹുൽ ഗാന്ധി പോയിട്ടില്ലല്ലോ. അപ്പോൾ രാമക്ഷേത്രത്തിൽ പോകാത്തവർ രാമക്ഷേത്രത്തിന് എതിരല്ലേ? ആ ആശയം പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ രംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ ആവശ്യമാണ്. അതിന് വർഗീയമായിട്ടോ ഭരണമായിട്ടോ വളരെ വളരെ ലഘുരൂപത്തിൽ പറഞ്ഞു പോവല്ലേ. കോൺഗ്രസ് ഒരിക്കലും രാമക്ഷേത്രത്തിനെതിരായിട്ടൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. രാമക്ഷേത്രം നിങ്ങൾ അസമയത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ്. ആ ഉദ്ഘാടന ചടങ്ങിൽ ഞങ്ങൾ പങ്കെടുക്കില്ല. കാരണം അത് നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്, മോദിയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റാണത്. അല്ലാതെ രാമക്ഷേത്രത്തിന് ശിലയിട്ടപ്പോൾ ഐക്യത്തിൻ്റെ ശില ഇട്ടു എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കൾ ഇതിനകം അവിടെ പോയിട്ടുണ്ട്. പല നേതാക്കളും അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഒരിക്കലും രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനെതിരായി ഒരു ഒഫീഷ്യൽ പൊസിഷൻ എവിടെയും പറയുകയോ പ്രസംഗിക്കുകയോ എഴുതുകയോ അച്ചടിച്ചു വെക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, അസത്യത്തിന് മേലെ വിഭജനാശയം കെട്ടിപ്പടുക്കരുത്. വിഭജനാശയം ഇവിടെ കെട്ടിപ്പടുത്തതും വിഭജനം കൊണ്ടുവന്നതും കോൺഗ്രസ്സാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആരും ഇന്ത്യ വിഭജിക്കപ്പെടും എന്നോർത്തതല്ല. പക്ഷേ ഇന്ത്യ വിഭജിക്കാൻ വേണ്ടി തയ്യാറായത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് അല്ലായിരുന്നുവെങ്കിൽ വിഭജനം ഉണ്ടാകുമായിരുന്നില്ല. ആ നാൾ മുതൽ ഈ നാൾ വരെ ഇന്ന് വരെ കോൺഗ്രസ്സാണ് ജാതി പറഞ്ഞ് വർഗീയത പറഞ്ഞ് മതം പറഞ്ഞ് ആനുകൂല്യങ്ങൾ കൊടുത്ത് വിഭജനം എന്ന് പറയുന്നത് വോട്ട് ബാങ്കാക്കി വളർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസ് സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോഴും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ജാതി നോക്കി മതം നോക്കി ഭൂരിപക്ഷം നോക്കി മാത്രമാണ് ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. അത് കോൺഗ്രസ് ഈ രാജ്യത്ത് പഠിപ്പിച്ച് കമ്മ്യൂണിസ്റ്റുകാർ പോലും അനുവർത്തിച്ച ജാതീയതയും വർഗീയതയുമാണ്. BJP അങ്ങനെ ചിന്തിക്കുന്നതേയില്ല. അതുകൊണ്ട് പരിശോധിച്ചാൽ BJPക്ക് മതവർഗീയത എന്ന സംഗതിയേ ഇല്ല എന്ന് മനസ്സിലാവും. ഞാൻ അതിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പൊ നോക്കൂ, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്, ജനങ്ങളെ നിങ്ങൾ അറിഞ്ഞോ, നിങ്ങളുടെ താലിമാല വരെ പൊട്ടിച്ചെടുത്ത് അപ്പുറത്ത് കൊടുക്കാൻ പോവുകയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞോ, ഇന്ത്യൻ കായിക ടീമിനെ രൂപീകരിക്കുമ്പോൾ അതിൽ റിസർവേഷൻ കൊണ്ടുവരാൻ പോവുകയാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്, നിങ്ങൾ അറിഞ്ഞോ, ഗവൺമെന്റ് കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി ടെൻഡർ കൊടുക്കാൻ പോവുകയാണ്, നിങ്ങൾ അറിഞ്ഞോ. ഇങ്ങനെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന മട്ടിൽ മോദി നുണ പറയുന്നു എന്നാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഞാൻ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കാൻ തർക്കിക്കാൻ സജ്ജനാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലുണ്ടോ? മോദി ഈ നുണ എന്തിനാണ് ജനങ്ങളോട് പറയുന്നത്? സ്പെസിഫിക് ആയിട്ട് മറുപടി പറയാൻ ഞാനും തയ്യാറാണ്. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അങ്ങനെ ഉണ്ട് എന്ന് മോദി പറഞ്ഞതായി തെളിയിക്കാമോ? അങ്ങനെ മോദി എവിടെ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, അതിൻ്റെ ഒരൊറ്റ രേഖയെങ്കിലും കാണിക്കാമോ? അങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയാണെന്നുള്ള മട്ടിൽ നിന്നും പറഞ്ഞുള്ള മാധ്യമ വ്യാഖ്യാനമല്ലാതെ അങ്ങനെ പറഞ്ഞു എങ്കിൽ കൃത്യമായിട്ടും കേസ് കൊടുക്കണ്ടേ? എന്താ കേസ് കൊടുക്കാത്തെ? മോദി അങ്ങനെ പറഞ്ഞു, അത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിനെതിരാണ്, അത് വർഗീയതയാണ്, ഒരു കേസ് കൊടുത്തൂടെ? എന്താ കേസ് കൊടുക്കാത്തത്? അതല്ലേ ഇറക്കിയല്ലോ. അല്ലെന്നേ, നിങ്ങൾ എവിടെയെങ്കിലും കൊടുക്ക്, അല്ല നിങ്ങളെ ഇഷ്ടമുള്ളിടത്ത് കൊടു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കൊടു. അങ്ങനെ എവിടെയെങ്കിലും ഒരു കേസ് കൊടുത്തിട്ട് വന്ന് ഇതേ കേസ് കൊടുത്തിരിക്കുന്നു, ഇതാ ഇന്ന കാര്യങ്ങൾ അതിലുണ്ട്. മല്ലികാർജുൻ ഖാർഗെ, ഞങ്ങളുടെ പ്രകടന പത്രിക നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ എവിടെയാണ് എന്ന് കാണിച്ചു തരാമോ എന്ന് മോദിയെ വെല്ലുവിളിക്കുന്നുണ്ട്. മോദി ആദ്യം തന്നെ ഈ വിഭജനം പ്രസംഗിക്കുമ്പോൾ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, മോദി അങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ഒറ്റ തെളിവ് കാണിക്കൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മോദി അങ്ങനെ ആണെന്നുള്ള മട്ടിൽ വ്യാഖ്യാനിക്കാനല്ലേ ശ്രമിക്കുന്നത്? വ്യാഖ്യാനമല്ല, മോദി അങ്ങനെ പറഞ്ഞു, നുണ പറഞ്ഞു, കള്ളം പറഞ്ഞു എന്ന് തെളിയിക്കുന്ന ഒരു ഒറ്റ രേഖ കാണിക്കൂ. മോദി കേസ് കൊടുത്താൽ എന്താ അവസ്ഥ? മോദി വളരെ എക്സ്പ്ലിസിറ്റ് ആയി വർഗീയത പ്രസംഗിച്ചതിനെ കുറിച്ച് മോദിക്ക് ഒരു നോട്ടീസ് കൊടുക്കാൻ ധൈര്യമില്ലാത്ത ഒരു ദുർബല സംവിധാനത്തെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ അപഹാസ്യമായ ഒരു സംവിധാനത്തിന്റെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഞാൻ ചോദിക്കുന്നത് അതല്ല. ഞാൻ പറയുന്നത്, മോദി പറയാണ് കോൺഗ്രസ് വന്നാൽ ഗവൺമെന്റ് കോൺട്രാക്റ്റുകളിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക കോട്ട ഉണ്ടാവും എന്ന് പറയുന്നത് ഏത് ഡേറ്റയെ
അദ്ദേഹം അവലംബിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിലും ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ കാര്യത്തിലും രാഷ്ട്രീയമായിട്ടുള്ള കോൺഗ്രസിന്റെ നിലപാടുകളെ അദ്ദേഹം തുറന്നു കാട്ടുകയാണ് ചെയ്തത്. രാഷ്ട്രീയമായി തന്നെ അതിനെ നേരിടൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. കേസ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനത്തിനെയും ഇവിടുത്തെ കോടതികളെയും ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെയും അടക്കം നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണ്, അവിശ്വസിക്കുകയാണ്. സംശയം എന്താ? കോടതിയെ പറയേണ്ട, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്കാണ് അധികാരം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവിശ്വസിക്കുകയാണ്, അതിലൊരു തർക്കമില്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഒറ്റ പോയിന്റോടെ പറഞ്ഞോട്ടെ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ BJP ഒരു സംസ്ഥാനത്ത് ജയിച്ചാൽ, BJPക്ക് കൂടുതൽ സീറ്റ് കിട്ടിയാൽ പറയും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടുള്ള ഒത്തുകളിയാണ്, വോട്ടിംഗ് മെഷീനകത്ത് മുഴുവൻ താമര വെച്ച് നിറച്ചിരിക്കുകയാണ്. എന്നാൽ കർണാടകത്തിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ ഇത് പറഞ്ഞില്ലല്ലോ, കോൺഗ്രസ് മറ്റു സംസ്ഥാനങ്ങളിൽ ജയിച്ചപ്പോൾ ഇത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് ജയിക്കുമ്പോൾ വോട്ടിംഗ് മെഷീൻ വളരെ നല്ലതാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശുദ്ധമാണ്. തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ BJP ആണ് ജയിക്കുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP ആണ്, വോട്ടിംഗ് മെഷീനകത്ത് മുഴുവൻ താമര വെച്ചിരിക്കുകയാണ്. ഇത് ഇരട്ടത്താപ്പല്ലേ? ഈ ഇരട്ടത്താപ്പൊക്കെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ശരിയായി മനസ്സിലാകും. അവർക്ക് ജനാധിപത്യം അറിയാം. അവരെ ഒന്നും വിഡ്ഢികളാക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ജനകീയ കോടതിയിൽ പോരാടി BJPയുടെ നുണകളെ പൊളിച്ച് BJPയെ പരാജയപ്പെടുത്തൂ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി, സുരിജിൽ മാക്കുറ്റി, കോൺഗ്രസ് ഹിന്ദു വിഭാഗത്തിനെതിരാണ് എന്ന് നിരന്തരമായി സൂചിപ്പിച്ചുകൊണ്ടാണ് മോദി പ്രസംഗിക്കുന്നത് മുഴുവൻ. നിങ്ങളാവട്ടെ, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എവിടെയെങ്കിലും ഉത്തരേന്ത്യയിലെ പ്രത്യേകമായി പറഞ്ഞാൽ അവിടുത്തെ ഹിന്ദു സെന്റിമെന്റ്സിനെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്, വളരെ സൂക്ഷ്മ ചലനം നടത്തുന്നവരാണ്. മോദി ഇതാ നിങ്ങളെ അഡ്വാൻസ് ചെയ്ത് വല്ലാതെ അറ്റാക്ക് ചെയ്യാണ്. നിങ്ങൾ ഒരിക്കലും ഇവരെ നമ്പാൻ പാടില്ല, ഇവർ ഹിന്ദു സെന്റിമെന്റ്സിനെതിരാണെന്ന്. നിങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ അത്? ശ്രീ നിഷാദെ, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ, ആദ്യ ഘട്ടത്തിൽ വലിയ രൂപത്തിൽ നരേന്ദ്രമോദിയും BJPയും പറഞ്ഞത് 400 സീറ്റിൻ്റെ കണക്കായിരുന്നു. പക്ഷേ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി 400 സീറ്റ് കിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഘട്ടത്തിലെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പിൽ അവർ തിരിച്ചു വരില്ല എന്നുള്ള കൃത്യമായ ബോധ്യം BJPക്കും നരേന്ദ്രമോദിക്കും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പച്ചക്ക് വർഗീയത പറയുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധപ്പതിച്ചത്. കാക്ക കുളിച്ചാൽ കൊക്കാകില്ല നമുക്കറിയാം. നരേന്ദ്രമോദി വർഗീയതയിൽ നിന്നാണ് അദ്ദേഹം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു ഉൽപ്പന്നം രാജ്യത്തുണ്ടായതെന്നും കലാപം ഉണ്ടാക്കിയിട്ടാണ് രാജ്യത്തിൻ്റെ അധികാര കേന്ദ്രം പിടിച്ചതെന്നൊക്കെ നമുക്കറിയാം. ആ മനുഷ്യൻ ഇന്ന് ഏറ്റവും ഒരു രാജ്യത്തിൻ്റെ പവിത്രമായ പാരമ്പര്യമുള്ള ഒരു സംസ്കാരമുള്ള നാടാണ്. എത്രയോ പ്രധാനമന്ത്രിമാർ, കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും പറയാത്ത രൂപത്തിലുള്ള പച്ച വർഗീയത, ലോകത്തിന് മുമ്പിൽ തന്നെ ഇന്ത്യക്ക് അപമാനമുണ്ടാക്കുന്ന രൂപത്തിലുള്ള വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്കറിയാൻ സാധിക്കും, നിങ്ങളിവിടെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ മുസ്ലിങ്ങളാണ് രാജ്യത്തിൻ്റെ ശത്രു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ്. ക്രിക്കറ്റിൽ പോലും, നമ്മുടെ കായിക വിനോദമായ ക്രിക്കറ്റിൽ പോലും കോൺഗ്രസ് വന്നാൽ എന്ത് ചെയ്യും? മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ അധികമായി അവർ ചേർക്കുമെന്ന് പറയുന്നു. ഇന്ത്യയുടെ സൈന്യത്തിൽ ന്യൂനപക്ഷങ്ങളെ കൂടുതലായി ചേർക്കുമെന്ന് പറയുന്നു. ഇവിടെയുള്ള 15% സ്വത്ത് അവർ കൊടുക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിനകത്തുള്ള സ്ത്രീകളുടെ, ഹിന്ദു സ്ത്രീകളുടെ താലിമാലക്ക് പോലും സുരക്ഷിതമുണ്ടാവില്ല കോൺഗ്രസ് വന്നാൽ, അവർ നുഴഞ്ഞുകയറ്റക്കാർ കൊടുക്കുമെന്ന് പറയും. ഇതൊക്കെ പറയുന്ന നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗങ്ങളൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ വർഗീയത പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു പ്രധാനമന്ത്രി, യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി വിശേഷിപ്പിക്കേണ്ടത് നുണ പ്ലസ് വർഗീയത സമം നരേന്ദ്രമോദി എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനിലെ അദ്ദേഹത്തിൻ്റെ നുണ, ചായ വിൽപ്പനയായാലും വിദ്യാഭ്യാസത്തിൻ്റെ പേരിലുള്ള നുണയായാലും അതായത് കുടുംബപരമായി നുണയായാലും ആകെ മൊത്തം നുണയനായ ഒരു പ്രധാനമന്ത്രി. ആ നുണ ഉപയോഗിച്ചുകൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് അദ്ദേഹത്തിന് ചികിത്സയാണ്. ഈ രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിക്ക് ചികിത്സയാണ് വേണ്ടത്. ആ ചികിത്സ കൊടുക്കാൻ പറ്റിയ ഏക സ്ഥലം കോഴിക്കോട് മെഡിക്കൽ കോളേജാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ പോയി ചികിത്സിക്കേണ്ട അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു. നാവിന് എല്ലില്ലാത്ത രൂപത്തിൽ ഇത്രയേറെ വൃത്തികേട് പറയുന്ന ഒരു വഷളനായ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നിന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വിഷയം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിനകത്ത് BJP പരാജയപ്പെടും, നരേന്ദ്രമോദി പരാജയപ്പെടുമെന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. രാജ്യത്തെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന, ജനങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ഇവർ അധികാരത്തിലേക്ക് വരുമ്പോൾ പെട്രോളിൻ്റെ വില 50 രൂപയാക്കുമെന്ന് പറഞ്ഞു. 10 വർഷക്കാലമായി 50 രൂപയാക്കിയിട്ടില്ല. അതോടൊപ്പം ഗ്യാസിൻ്റെ സബ്സിഡി രംഗത്ത് രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ചെറുപ്പക്കാരോട് പറഞ്ഞു 2 കോടി തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെ തൊഴിലിൻ്റെ കണക്കിനെ കുറിച്ച് മുണ്ടാട്ടമില്ല. അങ്ങനെ എല്ലാ നമ്മുടെ സൈനിക മേഖലയിൽ പോലും അവർക്ക് അവരുടെ തൊഴിൽ സുരക്ഷിതത്വം പോലും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം രാജ്യം ഭരിക്കുകയാണ്.
വിലക്കയറ്റം കൊണ്ട് നാട് പൊറുതിമുട്ടാണ്. കർഷകന്മാരുടെ ആത്മഹത്യ നടത്തുന്നു. ഈ രാജ്യത്തെ കർഷകരുടെ കടം എഴുതി തള്ളാതെ നിൽക്കുമ്പോൾ ഈ അദാനിയെ പോലെ അംബാനിയെ പോലുള്ള ആളുകൾക്ക് 77,000 കോടിയും 5,000 കോടിയും ഒക്കെ തന്നെ സർക്കാരിൻ്റെ ഭാഗമായി തന്നെ അവർക്ക് പണം കൊടുത്തുകൊണ്ട് അവർക്ക് ഒരു വല്ലാത്ത രൂപത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ രാജ്യത്തെ കർഷകന്മാർ ആത്മഹത്യ ചെയ്യുന്നു. ആ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന അവരുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും ഇന്ത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തങ്ങളുടെ വോട്ട് ബാങ്ക് അല്ലെങ്കിൽ തങ്ങൾക്ക് ഇന്നലെ വരെ വോട്ട് ചെയ്ത ആളുകൾ തങ്ങൾക്കെതിരായി നിൽക്കുമെന്നുള്ള കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പച്ചയായ വർഗീയതയുമായി നരേന്ദ്രമോദി BJPയും കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആ വർഗീയതയൊന്നും ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ഏൽക്കില്ല എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ രാഷ്ട്രീയപരമായ മുന്നേറ്റം നിങ്ങൾ മാധ്യമങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന ആളുകളായാൽ പോലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് സംഘപരിവാറിന് അനുകൂലമായി നിൽക്കുന്ന ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിൽ പോലും വരുന്ന വാർത്തകൾ ഇപ്പോൾ മോദിക്കെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. കോൺഗ്രസ് പറയുന്നു നിങ്ങൾ കോർപ്പറേറ്റുകൾ കൊടുത്ത പണം ഞങ്ങൾ പിടിച്ചെടുത്ത് സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് കൊടുക്കുമെന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോഴാണ് ഇന്ന് പറയും ഞങ്ങൾ 1 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറയുന്നു. ആര്? നരേന്ദ്രമോദി പറയുന്നു ഞങ്ങൾ സ്ത്രീകൾക്ക് പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ കൊടുക്കും, തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് 1 ലക്ഷം രൂപ കൊടുക്കുമെന്നൊക്കെ ഞങ്ങൾ പ്രകടനപത്രത്തിൽ പറയുകയാണ്. അപ്പം അതൊക്കെ പറയുന്ന ആ കാര്യങ്ങളിലേക്ക് നരേന്ദ്രമോദി വരികയാണ്. കാരണം അവർ പറയുന്ന വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ ജനങ്ങൾ ഇത് അംഗീകരിക്കില്ല. കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ ഇവർ പറയാത്ത പല കാര്യങ്ങളും നിങ്ങളിവിടെ പറഞ്ഞു വെച്ചതുപോലെ ഞങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾ ശ്രദ്ധിക്കുന്നു, വോട്ടർമാർ ശ്രദ്ധിക്കുന്നു എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് അതല്ല മോദി പ്രസംഗിക്കുന്ന സംഗതികളല്ല പ്രവർത്തിക്കാൻ പോകുന്നത് എന്നാണ്. ഞാനൊന്ന് പറയാമേ ശ്രീജിത്ത് നമ്മോടൊപ്പം. ശ്രീജിത്ത്, മോദിയെ ഒരു മിനിറ്റ് അവസാനിപ്പിക്കാം. ഒരു മിനിറ്റ് നിഷാദ്, ഞാൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം മറുപടി പറയാനുള്ളത്, രാജ്യത്ത് വിഭജനം കോൺഗ്രസ് കൊണ്ടുവന്നതല്ല, രാജ്യത്ത് വിഭജനം കൊണ്ട് സർവർക്കറാണ് ഈ രാജ്യത്തിന്റെ വിഭജനാശയം രാജ്യത്ത് ആദ്യമായി പറഞ്ഞത്. ഹിന്ദുക്കൾക്കൊരു രാഷ്ട്രം, മുസ്ലിങ്ങൾക്കൊരു രാഷ്ട്രം എന്ന് പറഞ്ഞ് വിഭജനാശയം ആ രാജ്യത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടം രാജ്യത്ത് ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസും ഗാന്ധിജിയും നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നടത്തുമ്പോൾ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കുന്ന ആളുകളായി നിങ്ങൾ മാറുകയും ആ ഘട്ടത്തിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമം നടത്തിയ സർവർക്കറും RSSുമാണ് എന്ന യാഥാർത്ഥ്യം BJPയുടെ വക്താവ് മനസ്സിലാക്കാതെ പോകുന്നത്. ഞങ്ങളല്ല ഈ വിഭജനാശയം ഉണ്ടാക്കിയത്, കോൺഗ്രസ് അല്ല ആ വിഭജനാശയം തുടക്കം പിടിച്ചത്, VD സർവർക്കർ എന്ന് പറയുന്ന വിനായർ ദാമോദർ സർവർക്കർ ആണെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൂടി BJPയുടെ ശ്രീജിത്ത്, ഈ ഒരു ദേശീയ സ്വഭാവമുള്ള തെരഞ്ഞെടുപ്പിൽ ആളുകളെ മുഴുവൻ ഒറ്റ ചരടിൽ കോർക്കാൻ മോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ദേശീയ വിഷയം, വൈകാരിക സ്വഭാവമുള്ള ഒരു വിഷയം ആവശ്യമുണ്ടായിരുന്നു, ഒറ്റ വിഷയം. അങ്ങനെ ഒരു സിംഗിൾ ഇവന്റ്, ഒരു സിംഗിൾ ഇഷ്യൂ സത്യത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇത്തവണ വിജയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും അദ്ദേഹം പ്രസംഗിക്കുന്ന മൊത്തം കാര്യങ്ങൾ എടുത്താൽ അതിനൊരു പൊതുരൂപമുണ്ട്. അതൊരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് എന്നതാണ്. അതിനെന്തുമാത്രം ഇപ്പം നമ്മൾ പൊതുവെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേൾക്കുന്ന കഥകളൊക്കെ ആളുകൾ അവിടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നു, തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കുന്നു, വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നൊക്കെയാണ്. അതിനപ്പുറം സംഘപരിവാരം കഴിഞ്ഞ ഒരു എന്താ പറയുന്ന ഒരു 100-100 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പരിസരവും അന്തരീക്ഷവും ഉണ്ടല്ലോ. അതിനകത്ത് വളരെ പെട്ടെന്ന് വിളക്കി ചേർക്കാൻ, ഇണങ്ങിച്ചേരാൻ കഴിയുന്ന തരത്തിലുള്ള ക്യാപ്സ്യൂളുകളാണ് മോദി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ജീവസന്ധാരണ പ്രശ്നങ്ങൾക്കും മേലെ വൈകാരിക രൂപത്തിൽ പ്രവർത്തിക്കാനുള്ള സാധ്യത എത്രയാണ് ഇത്തവണ താങ്കൾക്ക് തോന്നുന്നത്? നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പിന് BJP ഒരു തുടരുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പ് വളരെ കൃത്യമായിട്ട് BJP ഒരു ദേശീയത അതിദേശീയത എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ പുറത്താണ് ഫൈറ്റ് ചെയ്തത്. 2014 ഒരു കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു വികസന രാജ്യം ഉണ്ടാകുന്നതിന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണാധികാരി വരണം എന്നുള്ള ആശയം അവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. അതിനു മുൻപ് നടന്ന UP രണ്ടാം സർക്കാരിൻ്റെ സമയത്ത് നടന്നിട്ടുള്ള വലിയ അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ ഒരു പ്രേരണയിലായിട്ടായിരുന്നു അത് വന്നത്. അത് മാത്രമല്ല, അതിനു മുമ്പ് ഗുജറാത്ത് വംശഹത്യയെ തുടർന്ന് നരേന്ദ്രമോദിക്ക് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഉണ്ടായിട്ടുള്ള വളരെ കുപ്രസിദ്ധി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ ചോരക്കറ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം മാറ്റി നിർത്തുന്ന തരത്തിലേക്ക് ഒരു വികസന നായകൻ, ഗുജറാത്തിൻ്റെ വികസന നായകൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ ആ ഇലക്ഷന് മുമ്പ് വളരെ കൃത്യമായിട്ടുള്ളൊരു PR പരിപാടിയോടുകൂടി അവതരിപ്പിച്ചത്. 2019 അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുത്താൽ മാത്രമേ
ഇന്ത്യയെ പോലുള്ള ഒരു സ്ഥലത്ത് വർഷങ്ങളോളം കോൺഗ്രസ് ഭരിച്ച് മോശമാക്കിയിരിക്കുന്ന ഒരു സ്ഥലത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ലോകത്തിന് മുൻപിൽ ഒരു ക്രൈസിസ് കാലത്ത് ഇന്ത്യയെ നേരിടണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയെ നയിക്കണമെങ്കിൽ മോഡിയെ പോലുള്ള ഒരു ശക്തനായ ഒരാൾ വേണമെന്ന് പറഞ്ഞു. ഒരു ദേശീയത പറഞ്ഞു. ഈ രണ്ടും വളരെ എഫക്റ്റീവായിട്ടുള്ള ഇലക്ഷൻ പ്രചരണങ്ങളായിരുന്നു. ഇത്തവണയാണെങ്കിൽ ഇലക്ഷന് പോകുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് BJPക്ക് ഒരു ജയിച്ച ഒരു മട്ടുണ്ടായിരുന്നു. രാമക്ഷേത്രം നിർമ്മാണം ഒരു ഇലക്ഷന് ഒരു പറ്റിയ ഒരു വിഷയമായിട്ട് അവർ ഇൻറ്റേർണലി കണ്ടെത്തിയിരുന്നു. ഒരു തിരഞ്ഞെടുപ്പിനെ ജയിച്ചൊരു പട്ടിൽ ഒരു മാധ്യമങ്ങളുടെയും എല്ലാവരുടെയും ഒരു പിന്തുണയുണ്ടായിരുന്നു. വളരെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷമായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ ഇടയിൽ ഐക്യമുണ്ടായിരുന്നില്ല. മാത്രമല്ല അതിന് തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾ അമ്പേ തോൽക്കുകയും ചെയ്തു. അതോടുകൂടി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇലക്ഷനെ സമീപിച്ചതായിരുന്നു BJP. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പറഞ്ഞ രീതിയിൽ 400 പാർ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവുമായിട്ട് വന്നത്. പക്ഷേ ആദ്യത്തെ 2 ഘട്ടത്തിന് ശേഷം നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെ ഒരു ചെറിയ തരത്തിലൊരു തിരിച്ചടി അവർക്ക് നേരിട്ടു. ഒരു തരത്തിൽ മറ്റേ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെയധികം കുറഞ്ഞോടുകൂടി പല സ്ഥലത്തും ഒരു വേവലാതികൾ ആരംഭിച്ചു. അതോടുകൂടിയാണ് ഒരു അഗ്രസീവ് നാഷണലിസത്തിൽ നിന്ന് ഒരു അഗ്രസീവ് വർഗീയതയിലേക്ക് ഉള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. ഈ ഷിഫ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു വളരെ ശക്തമായ രീതിയിൽ ഒരു ഒരു സ്വഭാവം ഉണ്ടാക്കാമെന്നും അവരുടെ കയ്യിലൊരു സ്ഥിരമുള്ള. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം നരേന്ദ്രമോദി 2001 മുതൽ ഈ നരേന്ദ്രമോദിയെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള അത്ഭുതവുമില്ല അങ്ങനെ ഒരു പ്രസംഗം നടത്തുന്നത്. അത് BJPയുടെ ഒരു ശ്രമമാണ്, ഒരു രീതിയാണ് അത് നടത്തുന്നത്. മാത്രമല്ല സംസ്ഥാനങ്ങളിൽ വിവിധ തരത്തിലുള്ളൊരു ഒരു വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സാധാരണഗതിയിൽ BJP ഉന്നയിക്കുന്ന വിഷയങ്ങളാണ് ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടാറുള്ളത്. BJP ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉള്ള വിഷയങ്ങൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടാറില്ല. കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളൊക്കെ അതിൻ്റെ പുറകെ പോവുക, അതിൽ കടിച്ചു കിടക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം നിർണായകമായ 2 വലിയ സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, ബീഹാറിലായിക്കോട്ടെ, ഉത്തർപ്രദേശിലായിക്കോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചകൾ തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ്. അത് നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാ പ്രദേശത്തും ഒരു ചർച്ച എന്നുള്ള രീതിയിൽ നടക്കുന്നത് ഈ 2 വിഷയങ്ങളാണ്. അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾക്ക് തൊഴിലില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യ പോലെയുള്ള ഒരു സ്ഥലത്ത്, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഏതാണ്ടൊരു 80% മറ്റ് ആളുകളുടെ ഒരു പറയുന്ന ഒരു വിഭവത്തിലല്ല, അവരുടെ കയ്യിലുള്ള പണത്തേക്കാൾ വളരെയധികം ഒരു 10% പേര് മാത്രം സമാഹരിച്ച് വരിക്കുന്ന തരത്തിൽ വളരെ ഡിസ്പാരിറ്റി ഉള്ളൊരു സ്ഥലത്ത് കോൺഗ്രസിൻ്റെ ഒരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ഈ ഡിസ്പാരിറ്റി കുറയ്ക്കും എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ് മാത്രമല്ല, ഇന്ത്യ പോലുള്ള ഒരു സ്ഥലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വയ്ക്കേണ്ട ഒരു പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കേണ്ട ഒരു വാഗ്ദാനമാണ്. അത് BJPയും ചെയ്യേണ്ടതാണ്. കാരണം അതൊരു ബേസിക് ആയിട്ടുള്ളൊരു മര്യാദയാണ് ജനങ്ങളോട് ചെയ്യുന്നത്. ആ ഡിസ്പാരിറ്റിയെക്കുറിച്ചുള്ളൊരു ചർച്ചയാണ് നിങ്ങളുടെ കെട്ടുതാലി പൊട്ടിച്ച് അപ്പുറത്തേക്ക് കൊടുക്കുമെന്നുള്ള രീതിയിലേക്ക് ഈ വളച്ചൊടിക്കപ്പെടുന്നത്. ആ രീതിയിലൊരു ഷിഫ്റ്റിലേക്ക് നീങ്ങാനായിട്ട് BJPയെ പ്രേരിപ്പിക്കുന്നത് ഈ ഗ്രൗണ്ടിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ്. മാത്രമല്ല ഈ നേരത്തെ നമുക്ക് കാണാവുന്ന ഒരു കോർപ്പറേറ്റ് മീഡിയയുടെ സഹായത്തോടു കൂടി നടന്നിരുന്ന ഒരു കാര്യം മാത്രമല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ധാരാളമായിട്ട് ലോക്കൽ മീഡിയകൾ വന്നിട്ടുണ്ട്. അവർ പലതരത്തിലും അവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് കാഴ്ചക്കാരുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഈ കോർപ്പറേറ്റ് മീഡിയയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഇഷ്ടം പോലെയുള്ള ജേർണലിസ്റ്റുകൾ, ഇപ്പോൾ രവീഷ് കുമാർ ആയിക്കോട്ടെ, അഭിസർ ശർമ്മ ആയിക്കോട്ടെ, പുണ്യപ്രസൂൺ വാജ്പേയി ആയിക്കോട്ടെ, അങ്ങനെ നൂറുകണക്കിന് പേര് അവരുടേതായ രീതിയിൽ നടത്തുന്ന ചാനലുകളിലൂടെ എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ടുണ്ടായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൺസേൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്ര, ബീഹാർ, കർണാടക കഴിഞ്ഞ തവണ വലിയ വിജയം BJPക്ക് സമ്മാനിച്ച 3 സ്റ്റേറ്റുകളാണ് ഇത് 3. അതിൽ നിന്ന് ഏതാണ്ട് 117 സീറ്റിൽ 107 സീറ്റും കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയതാണ്. ഈ 3 സ്ഥലത്തും വലിയൊരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ള ഒരു ചർച്ച അതിഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അതിൽ നിന്ന് എത്രമാത്രം വ്യത്യാസം ഉണ്ടായാലും അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ്. അതവർക്ക് മുന്നോട്ടുള്ള അവരുടെ പ്രതീക്ഷകളെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള സ്റ്റേജുകളിൽ
സംസ്ഥാനങ്ങളിൽ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡാണ് ഒരു ഫലപ്രദമായ BJP സംബന്ധിച്ചിടത്തോളം ഈസിയായ ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഈസിയാണ്. കാരണം അത് അവരുടെ ഒരു അടിസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ അടുത്ത ഘട്ടങ്ങളിൽ ഇത് തന്നെ പരീക്ഷിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ ഒരു തന്ത്രമായിട്ട്. പരീക്ഷിക്കുക എന്നാണ് അവരുടെ എക്സ്പെർട്ടൈസ്, അതിലാണ് അവരുടെ സ്കിൽ ഏരിയ, അതിലാണ് അവരത് പരമാവധി പ്രയോഗിക്കും. അത് പ്രയോജനപ്പെട്ട ഘട്ടങ്ങളെയാണ് നമ്മൾ സമീപ ചരിത്രത്തിൽ കണ്ടതെല്ലാം. പക്ഷെ ഇവിടെ ഇപ്പം നോക്കൂ, ഇത്ര ഒരു വൈകാരിക അതിരേകം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പോളിംഗ് പെർസെൻറ്റേജിൽ കാണുന്ന ഈ കുറവ് 2019 അപേക്ഷിച്ച് ഓരോ ഫേസ് നമ്മൾ എടുക്കുമ്പോഴും 5-6% കുറവ് പലയിടത്തും കാണാം. എന്ന് വെച്ചാൽ ഒരു ഹിന്ദുത്വത്തിലൂന്നിയ അല്ലെങ്കിൽ മോദി എന്ന ബ്രാൻഡിലൂന്നിയ ഒരു വലിയ വൈകാരികത ഉണ്ടാക്കാൻ, അതിലൊരു തള്ളിച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണോ കാണേണ്ടത്? അതോ അതിനപ്പുറം മോദി എന്തായാലും വരും, നമ്മളിനി പോയി വോട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന മോദി വിരുദ്ധ ചേരിയിലെ ഒരു ആലസ്യമാണോ സത്യത്തിൽ നമ്മൾ ഈ ടേൺ ഔട്ടിൽ കാണുന്നത്? ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു മോഡി എന്നുള്ള ഒരു ഒറ്റ ഇത് വച്ചിട്ടാണ് 2014 മുതൽ എലക്ഷൻ BJP മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ലോക്സഭ ഇലക്ഷൻസിൽ മാത്രമല്ല, എല്ലാ സ്റ്റേറ്റ് ഇലക്ഷൻസിലും അതേപോലെ തന്നെ എന്തിന് പറയുന്ന ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നരേന്ദ്രമോദിയുടെ പേര് ഉപയോഗിച്ചിട്ടാണ് മറ്റേ BJPയുടെ ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഒരു മോഡ് തന്നെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു റിപ്പീറ്റായിട്ടുള്ളൊരു ഉപയോഗം കുറച്ച് ചടിപ്പിച്ചിട്ടുണ്ട്. അത് ആളുകളിൽ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പലതരത്തിലും പല സംസ്ഥാന നേതാക്കൾക്കിടയിലും ചെറിയ തോതിലാണെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, അവർക്ക് പരാതികളും പ്രശ്നങ്ങളും ഉണ്ട്. അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഈ ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ മറ്റൊരു വിഷയം സംസാരിക്കാനായിട്ട് ഇത്തവണ തയ്യാറാണ്. അത് പ്രതിപക്ഷം പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് ജനങ്ങൾ മറ്റു വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ അയോധ്യ ഇഷ്യൂ അല്ലെങ്കിൽ രാമക്ഷേത്ര ഇഷ്യൂ, ഇതേപോലെ യു പിയിൽ നമുക്ക് പരിചയമുള്ള ജേർണലിസ്റ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാമക്ഷേത്ര നിർമ്മാണം അത് നിർമ്മാണം പൂർത്തിയായതോടുകൂടി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയം അവസാനിച്ചു. അതിൻ്റെ പേരിലുള്ള ഒരു അധിക വൈകാരികത യഥാർത്ഥത്തിൽ അവിടെ ഇപ്പോൾ നിലവിലില്ല. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പ്രതീക്ഷിച്ച രീതിയിലേക്ക് കാര്യങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ ആദ്യത്തെ ഒരു രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു പോളിംഗ് പെർസെൻറ്റേജിൽ ഉണ്ടായിട്ടുള്ള ഒരു കുറവും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരങ്ങളനുസരിച്ച് പല സ്ഥലത്തും ഇവർക്ക് അത്ര ഈസി അല്ല പല കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സാധാരണഗതിയിൽ യാതൊരു പ്രയാസവും BJPക്ക് വേണ്ടതല്ല. BJP ഈസിയായിട്ട് ഇലക്ഷൻ വിജയിക്കേണ്ടതാണ്. പക്ഷേ അത്രയ്ക്ക് ഈസി അല്ല കാര്യങ്ങൾ, അവർ വിചാരിച്ച അത്ര എളുപ്പമല്ല കാര്യങ്ങൾ എന്നുള്ളൊരു ബോധ്യം ഏതായാലും BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായിട്ടാണ് ഇത് നടക്കുന്നതുകൊണ്ട്. ജയസൂര്യൻ ഇപ്പം നോക്കൂ, ശ്രീത്ത് ചൂണ്ടിക്കാണിക്കുകയാണ് ഡിസ്പാരിറ്റി പ്രശ്നം. അതായത് സമ്പത്ത് ഉള്ള ആളുകളുടെ ചുരുക്കം ആളുകളുടെ സമ്പത്ത് കുമിഞ്ഞുകൂടുകയും ബഹുഭൂരിപക്ഷം മനുഷ്യർ ദരിദ്രരായി തുടരുകയോ കൂടുതൽ ദരിദ്രരാക്കപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യും എന്നാണ് കോൺഗ്രസ് പറയുന്നത്, പ്രകടന പത്രികയിൽ ഉള്ളത്. മോദി പറയുന്നത് നോക്കൂ, നിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുത്ത് അപ്പുറത്ത് കൊടുക്കാൻ പോവുകയാണ് എന്നതാണ്. സത്യത്തിൽ ഇന്ത്യ നേരിടുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നത്തെ രണ്ട് വിധത്തിൽ അഡ്രസ്സ് ചെയ്യാണ് രണ്ട് പാർട്ടികൾ. ജനം ഏതെടുക്കുമെന്നാണ് നിങ്ങളുടെ കോൺഫിഡൻസ്? എന്ന് വെച്ചാൽ ദരിദ്രരാക്കപ്പെട്ട മനുഷ്യരെ നിങ്ങൾ ദരിദ്രരായി തന്നെ തുടരൂ, അംബാനിയും അദാനിയും അങ്ങനെ തന്നെ തുടരുന്നതിന് എനിക്ക് വോട്ട് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഒരർത്ഥത്തിൽ മോദി പറയുന്നത്. ജനം അതിന് വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടോ? ജനം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നുള്ളതിൽ ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. അതിൻ്റെ കാരണവും പറയാം. 25 കോടി ഭാരതീയരെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന ഭരണമാണ് നരേന്ദ്രമോദിയുടെ ഭരണം. ആ 25 കോടി ജനങ്ങൾ നരേന്ദ്രമോദിയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ പിടിച്ചെടുത്ത് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞത് സാംപിട്രോടെയാണ്, അത് ബോഡിയല്ല. ആ സാംപിട്രോടെ പറഞ്ഞ കാര്യം ഞങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ തലയിൽ വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ പറഞ്ഞ 2-3 കാര്യങ്ങൾ ഞാനൊന്ന് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല. അതായത് ബീഹാർ, മഹാരാഷ്ട്ര, കർണാടക അവിടെയൊക്കെ BJPക്ക് വലിയ തിരിച്ചടി വരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എന്നുള്ളതും. യഥാർത്ഥത്തിൽ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട് എങ്കിൽ, ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിൽ വോട്ട് ശതമാനം കൂടുകയാണ് വേണ്ടത്. കാരണം എണ്ണമറ്റ പ്രതിപക്ഷ കക്ഷികളുടെ വലിയ ഇന്ത്യ മുന്നണി
വീട് തോറും കയറി ഇറങ്ങി ജനങ്ങളെ ആവേശപൂർവ്വം ഈ വിലക്കയറ്റത്തിനെതിരെ, അവർ പറയുന്ന വിലക്കയറ്റത്തിനെതിരെ, അവർ പറയുന്ന വർഗീയതയ്ക്കെതിരെ, അവർ പറയുന്ന തൊഴിലില്ലായ്മയ്ക്കെതിരെ ജനങ്ങളെ ഉണർത്തിക്കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കണമായിരുന്നു. എന്താ ജനങ്ങൾ വരാത്തത്? ജനങ്ങളെ ഉണർത്താൻ ഇവർക്ക് സംവിധാനമില്ല. ഒന്ന്, ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങളോട്ട് ഉണരാനും പോകുന്നില്ല. കാരണം അവർ ആനുകൂല്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നിതീഷ് കുമാർ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു. അതായത് ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് BJPയെ വിട്ട് മറുപക്ഷത്തേക്ക് പോയ നിതീഷ് കുമാർ തിരിച്ചു വന്ന് NDAയിൽ അഭയം പ്രാപിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണി ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുപോലെ തന്നെ മമതാ ബാനർജി പുറത്തുനിന്ന് പിന്താങ്ങാവുന്ന ഇപ്പോഴും പറയുന്ന, അകത്ത് കയറാൻ ഞങ്ങൾ തയ്യാറല്ല. CPM എന്താ പറയുന്നത്? ഞങ്ങളിതിൻ്റെ ഭാഗമല്ല, ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ കമ്മിറ്റിക്കകത്തൊന്നുമില്ല എന്നാ പറയുന്നത്. ആ മുന്നണിയെ വിശ്വസിച്ചുകൊണ്ട് ആരാ വോട്ട് ചെയ്യാൻ പോകുന്നത്? അതവർക്കറിയാം. അപ്പോൾ നിതീഷ് കുമാർ തിരിച്ചു വന്നതോടുകൂടി ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ആശങ്കയുടെയും പ്രശ്നമില്ല. NCP, ശിവസേന പോലെയുള്ള രണ്ട് കക്ഷികളുടെ അതായത് 4/3 വിഭാഗവും ഇന്ന് BJP സഖ്യത്തോടൊപ്പം തന്നെ നിലനിൽക്കുമ്പോൾ മഹാരാഷ്ട്രയെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. പിന്നെ കർണാടക, ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങൾ നമുക്കറിയാമല്ലോ. ഡൽഹിയിൽ നിയമസഭ വന്നപ്പോൾ കേജ്രിവാൾ ജയിച്ചു. പാർലമെന്റിലേക്ക് വന്നപ്പോൾ 7 സീറ്റും BJP ജയിച്ചു. കർണാടകത്തിലും കാണാൻ പോകുന്നത് തന്നെയാണ്. ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണെന്നും ഇതിനു മുമ്പ് നടന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണെന്നും വ്യക്തമായിട്ട് അറിയാവുന്ന ജനങ്ങൾക്ക് ലോക്സഭയിലേക്ക് നരേന്ദ്രമോദിയെ ജയിപ്പിക്കണമെന്നുള്ളവരാണ് കർണാടകത്തിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായും കർണാടകത്തിൽ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും നിലവിലുണ്ട്. ഞങ്ങൾക്കതിൽ അശേഷം സംശയമില്ല. അപ്പോൾ ഒരു വട്ടം കൂടി മോദി വരും. അത് 400 സീറ്റോട് കൂടി തന്നെ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത. ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം, ഈ മോദി ബ്രാൻഡ് എന്ന് പറയുന്ന സംഗതിയുടെ വിൽപ്പന മൂല്യത്തിൽ ഇടിവ് വന്നു എന്നാണ് ശ്രീജിത്ത് അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. കാരണം കർണാടക നിങ്ങളുടെ ഒരു ലബോറട്ടറി ആയി പരിഗണിക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ് സൗത്തിൽ. അവിടെ മോദി വന്ന് ക്യാമ്പയിൻ ചെയ്ത സീറ്റുകളിലടക്കം നിങ്ങൾ തോറ്റുപോയി, നഗരമണ്ഡലങ്ങളിലെ സീറ്റുകളടക്കം തോറ്റുപോയി. എന്നുവെച്ചാൽ മോദിക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ഉണ്ടാക്കാൻ, ചെറിയ ഗുണം പോലും ഉണ്ടാക്കാൻ മോദി ബ്രാൻഡിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കർണാടക നൽകുന്ന പാഠം. അവിടെ ഒരു പുതിയ സർക്കാരാണ്. ആ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം പോലുമില്ല. അവർ പ്രഖ്യാപിച്ചിട്ടുള്ള അവരുടെ പോപ്പുലിസ്റ്റ് സ്വഭാവത്തിലുള്ള എന്താ പറയുക, അവരുടെ ഈ വെൽഫെയർ സ്കീമുകളൊക്കെ നടപ്പിലാക്കിയതിൻ്റെ കയ്യടി നേടിയ സർക്കാരാണ്. നിങ്ങൾക്കെതിരായിട്ടുള്ള പല ക്യാമ്പയിനും സജീവമാക്കി നിലനിർത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പാറ്റേൺ അപ്പടിയെ ആവർത്തിച്ച് കളയും എന്ന് വിചാരിക്കുന്നതിലെ കോൺഫിഡൻസ് ആണ്. ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ കേസ് അവസാനത്താണല്ലോ, അതും താങ്കൾക്കറിയാം. അതിന് മറുപടി പറയാമോ? അതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് ആകെ പട്ടിണിയായിരുന്നു, ഞങ്ങളാണിത് മുഴുവൻ ശരിയാക്കിയതെന്ന് പറയല്ലേ. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾക്കിത് കാണാം, ഈ ഒരു ഗ്രാജുവൽ ഗ്രോത്താണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് 2004 21% ദാരിദ്ര്യത്തിൻ്റെ 37% മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് 21% വീണിട്ടുണ്ട്. അവരും ആ പണിയെടുത്തിട്ടുണ്ട്. ഗ്രാജുവലി ഉണ്ടായ നേട്ടത്തെ, അത് ഡിജിറ്റൽ എക്കണോമിയുടെ കാര്യത്തിലായാലും കൊള്ളാം, ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലായാലും കൊള്ളാം, മോദി ഒറ്റക്കെടുത്ത പണിയാണ് എന്നതിലേക്ക് വിവക്ഷിച്ച് കളയല്ലേ എന്നൊരു അഭ്യർത്ഥന കൂടി. അല്ല, മോദി ഒറ്റയ്ക്കല്ലല്ലോ. BJP എന്ന് പറയുന്ന പാർട്ടിയുണ്ട്, ദേശീയ ജനാധിപത്യ സഖ്യം എന്ന് പറയുന്ന മുന്നണിയുണ്ട്, അദ്ദേഹത്തോടൊപ്പം ഈ രാജ്യത്തെ ജനങ്ങളുണ്ട്. ഇവരെല്ലാം കൂടി എടുത്ത പണിയാണ്. എന്നാൽ അതിൻ്റെ ഒരു പ്രതീകമാണ് മോദി. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ നെഹ്റു, മഹാത്മാഗാന്ധി, ഇന്ദിരാഗാന്ധി ഇവരൊക്കെ തന്നെ പ്രതീകങ്ങളായിരുന്നു. അപ്പോൾ ആ പ്രതീകങ്ങളായിരുന്നത് പോലെ തന്നെ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെയും ദേശീയാഭിമാനത്തിൻ്റെയും പ്രതീകമെന്ന് പറയുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. അതുകൊണ്ട് ആ നരേന്ദ്രമോദി എന്ന് ആവർത്തിക്കുമ്പോൾ നരേന്ദ്രമോദി ഏത് പാർട്ടിക്ക് വേണ്ടി, ഏത് നയങ്ങൾക്ക് വേണ്ടി, ഏത് രാഷ്ട്രത്തിന് വേണ്ടി, ഏത് ആശയങ്ങൾ നടപ്പാക്കുന്നുവോ അതിൻ്റെയൊക്കെ പ്രതീകം എന്നുള്ള നിലയിലാണ് മോദി മോദി എന്ന് ഞങ്ങൾ ആവർത്തിക്കുന്നത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒന്ന് വരാമോ? കർണാടകയിൽ നിങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കച്ചവടം ചെയ്യാൻ ശ്രമിച്ച മോഡി ബ്രാൻഡിന് വിൽപ്പന മൂല്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയായിരുന്നു ഞാൻ. തീർച്ചയായിട്ടും അല്ല, അങ്ങനെ പറയാം. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് അങ്ങനെ അവകാശപ്പെടുകയും ചെയ്യാം. അതായത് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മോദിജി ഇങ്ങ് വന്നാൽ എല്ലാം പൂർണ്ണമായി എല്ലാ സീറ്റും കിട്ടി എന്നൊന്നും ഞങ്ങളും അവകാശപ്പെടുന്നില്ല. മോദിജി എന്ന് പറയുന്ന ഞങ്ങളുടെ സ്റ്റാർ ക്യാമ്പയിനർ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി, ദേശീയ നേതാവ്, അദ്ദേഹം എല്ലാ പ്രദേശങ്ങളിലും ഓടിയെത്തും, എല്ലാ മണ്ഡലങ്ങളിലും എത്തി പ്രവർത്തനം നടത്തും. പക്ഷേ എല്ലാ മണ്ഡലവും ഒന്നും ജയിക്കണം എന്നില്ല. കാരണം ഇത് ജനാധിപത്യമാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ ജനങ്ങൾ തീരുമാനിക്കും ആര് ജയിക്കണം, ആര് തോക്കണം. ഇപ്പം മോദിയെ തോൽപ്പിക്കണമെങ്കിൽ ജനാധിപത്യത്തിൽ തോൽപ്പിക്കാമല്ലോ. അതുപോലെ തന്നെ BJPയും തോൽപ്പിക്കാമല്ലോ. ഒരിക്കലും തോൽക്കാത്ത എന്നുള്ള അവകാശവാദമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ 543 സീറ്റും ജയിക്കുമെന്ന് പറയാതെ കേവലം 400 സീറ്റ് മതി
എന്ന് പറയുന്നത്. 400 ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. വിശ്വാസം ഞങ്ങൾക്കുണ്ട്. 400 ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം 400 സീറ്റ് നേടി അധികാരത്തിൽ വരുന്നു അല്ല പറയുന്നില്ല. മോദിയുടെ സമീപകാല ട്വീറ്റുകൾ താങ്കൾ പരിശോധിച്ചോളൂ. ആദ്യം പറഞ്ഞതുപോലെ ഇപ്പൊ തേർഡ് ഫേസ് പൂർത്തിയായപ്പോൾ അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തല്ലോ എക്സിൽ. അതിൽ അദ്ദേഹം പറയുന്നത് NDA നല്ല കംഫർട്ടബിൾ മെജോറിറ്റി നേടുന്നതാണ്. BJP 400 അബ്കി പാർ 400 പാർ അതൊന്നും പറയുന്നില്ല. അല്ല അതിന് കാരണമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പരാജയ ഭീതിയാണെന്നോ മറ്റുമല്ല. നിങ്ങൾ അമിതമായ സീറ്റ് ആഗ്രഹിക്കുന്നത് ഭരണഘടനയെ തിരുത്താനാണ്, അതുവഴി സംവരണം എടുത്തു കളയാനാണ് എന്നൊരു ഭയപ്പാട് OBC SC ST വിഭാഗങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ വന്നുപെട്ടിട്ടുണ്ട്. അത് ബാക്ക്ഫയർ ചെയ്യുമെന്നുള്ള ഭയം കൊണ്ട് നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്ന് തിരിക്കുന്നു, അത്രേ ഉള്ളൂ. ശ്രീജിൽ മാക്കുറ്റി, മോദി ആവർത്തിച്ച് പ്രസംഗിക്കുന്ന ഒരു കാര്യം കേൾക്കൂ. അതായത് അടുത്ത 5 തവണ 5 വർഷത്തേക്ക് 5 പ്രധാനമന്ത്രിമാരുണ്ടാകും. അവർ ജയിച്ചാൽ ഒരു ഐക്യവുമില്ലാത്ത, ഒരു പദ്ധതിയുമില്ലാത്ത ഒരു ശിഥില സംഘമാണ് അവർക്ക് വോട്ട് ചെയ്തതെന്നാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു സമീപകാല ചരിത്രം പരിശോധിച്ചാൽ അതിൽ ഈ പറയുന്ന 56 ഇഞ്ച് നെഞ്ച് ഐക്കൺസ്, അവർ കൊടുക്കുന്ന രക്ഷാകർതൃ ബിംബം, ഇതുപോലെയുള്ള സംഗതികളെ പരമാവധി സെലിബ്രേറ്റ് ചെയ്യുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്ത ഒരു കാലമാണ് ഈ കാലം. അവിടെ ഈ ശൈഥില്യ സ്വഭാവമുള്ള സംഘമെന്ന് മോദി ആവർത്തിച്ച് പ്രസംഗിക്കുക. കൺസിസ്റ്റൻസി വേണ്ടേ, ഒരു സ്റ്റെബിലിറ്റി വേണ്ടേ എന്ന് ചോദിക്കുകയാണ്. സ്ഥിരതയുള്ള സർക്കാർ വേണ്ടേ? അത് ജനങ്ങളെ സ്വാധീനിക്കാനിടയുള്ള കാര്യമാണ് ഒന്ന്. രണ്ടാമത് ജയസൂര്യൻ ആത്മവിശ്വാസത്തോടെ പറയുന്നത് കേൾക്കൂ. സംസ്ഥാനങ്ങളിൽ പലയിടത്തും നിങ്ങൾക്ക് അസംബ്ലിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞാലും ദേശീയ തെരഞ്ഞെടുപ്പിൽ ആളുകളുടെ കാഴ്ചപ്പാട് വേറെയാണ്. 2 പാറ്റേൺ ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. ഡൽഹിയിലായാലും കർണാടകയിലായാലും വേറെ എവിടെയായാലും അത് ആവർത്തിക്കുമെന്നാണ്. ആ ആത്മവിശ്വാസത്തെ പൊളിക്കാൻ നിങ്ങൾക്ക് ഇത്തവണ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാണ്? ശ്രീ നിഷാദ്, യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് തന്നെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വളരെ കൃത്യമായിട്ടുള്ള ആത്മവിശ്വാസം തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി, ശ്രീ മല്ലികാർജ്ജുന ഖാർഗെയും പറഞ്ഞത്. മോദിയുടെ കൗണ്ട് ഡൗൺ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആരംഭിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമെന്ന് വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജ് ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മോദി 10 വർഷക്കാലത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഈ നാട് ഭരിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മറുപടി പറയാൻ ഇപ്പം BJP വക്താവ് തയ്യാറായിട്ടില്ല. ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേശീയ തൊഴിൽ സർവേ പ്രകാരമുള്ള കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യത്തിൻ്റെ പാർലമെന്റിൽ പോയി ചെറുപ്പക്കാർ അതിനകത്ത് നുഴഞ്ഞു കയറിക്കൊണ്ട് അവർ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ഇതുവരെ കാണാത്ത രൂപത്തിലുള്ള പ്രതിഷേധമാണ്, യുവാക്കളുടെ പ്രതിഷേധം നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ ജനങ്ങൾ, ആ ചെറുപ്പക്കാർ അഡ്രസ്സ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. തീർച്ചയായും ഇവിടെ മതം പറഞ്ഞതുകൊണ്ടും ഇവിടെ മുസ്ലിം മതങ്ങളെ വേർതിരിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവർക്കെതിരായി വിഷം പുരട്ടിയ ഈ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊന്നും മുന്നോട്ട് പോയാൽ അത് ഏൽക്കില്ല എന്നുള്ളത് കൃത്യമായ ബോധ്യം ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ മനസ്സിനകത്തുണ്ട്. അതോടൊപ്പം ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം രാജ്യത്തിൻ്റെ പൊതുഘടന 200 ലക്ഷം കോടി രൂപയാണ്. $1 ഡോളറിന് 83.35 രൂപയാണ്. അപ്പോൾ ഇവരെന്തൊക്കെ പറഞ്ഞിരുന്നു? ഈ പട്ടിണി രാജ്യങ്ങളിൽ 125 രാജ്യങ്ങൾ 111ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ആ രൂപത്തിലേക്കാണ് 10 വർഷക്കാലത്തെ ഭരണം. ഇത് രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്നുണ്ട്. കർഷകരുടെ വിഷയങ്ങൾ ഉണ്ട്. അതോടൊപ്പം പെട്രോളിൻ്റെയും ഗ്യാസിൻ്റെയും വില നമ്മുടെ മുമ്പിലുണ്ടല്ലോ. 50 പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഇപ്പം 100 കടന്നിരിക്കുന്നു. ഗ്യാസ് 1150 നിന്ന് ഇപ്പോൾ 200 രൂപ തെരഞ്ഞെടുപ്പായതുകൊണ്ട് കുറച്ചതാ. അപ്പോൾ അങ്ങനെ കുറച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവർ പറഞ്ഞ ഒരു കാര്യവും ഈ രാജ്യത്ത് ജനങ്ങളുടെ മുമ്പിൽ അത് കൃത്യമായി ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇവരുടെ മുമ്പിലുണ്ട്. 15 ലക്ഷം രൂപ സ്വിസ് ബാങ്കിൽ നിന്ന് കള്ളപ്പണം പിടിച്ചെടുത്തുകൊണ്ട് അത് മുഴുവൻ ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. എത്ര പണം കിട്ടി? ശ്രീ ജയസൂര്യന് കിട്ടിയെന്ന് എനിക്കറിയില്ല. കിട്ടിയിട്ടുണ്ടോ? പണം കിട്ടിയിട്ടുണ്ടോ? മോദിയുടെ ആ തള്ള് ഇപ്പം മോദി ഗ്യാരണ്ടി, 0 ഗ്യാരണ്ടി ആണെന്ന് രാജ്യത്തെ ജനങ്ങളെല്ലാം പറയാണ്. നുണ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി അദ്ദേഹം മാറുമ്പോൾ തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത പണമെല്ലാം പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതാണ് മോദി പുതുതായി പറഞ്ഞ കാര്യം. അല്ല, ഇപ്പം അതെ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഞങ്ങൾ മഹാലക്ഷ്മി പദ്ധതി പ്രകാരം രാജ്യത്തെ സ്ത്രീകൾക്ക് അവർക്ക് 1 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ചെറുപ്പക്കാർക്ക്, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ 1 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പം എന്താ പറയുന്നത്? ഞാൻ ED ഉപയോഗിച്ച് ഉണ്ടാക്കിയ പണം മുഴുവൻ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തന്നെ നമുക്കറിയാൻ സാധിക്കും. ഞങ്ങളുടെ ശ്രീ രാഹുൽ ഗാന്ധി അതിശക്തമായി അദാനിക്കെതിരായും അതോടൊപ്പം കോർപ്പറേറ്റുകൾക്കെതിരായി സംസാരിക്കുന്നു. അതിൻ്റെ പേര് രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നു. എന്നിട്ട് മോദി പറയാണ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പണം കൊടുക്കുന്നത്
ലോറിയിൽ പണം കൊണ്ടുപോയി കൊടുക്കുകയാണ്. ആരാണ്? അദാനി കൊടുക്കുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ED എന്ന് പറയുന്ന സംവിധാനമില്ലേ? ED എന്ന് പറയുന്ന സംവിധാനത്തിന് എന്താ പണി? അങ്ങനെയാണെങ്കിൽ ആ പണം എവിടെ നിന്ന് വന്നു എന്നതിനെക്കുറിച്ചും ആ പണം എങ്ങനെ എത്തിയെന്ന് അന്വേഷിക്കേണ്ട ഏജൻസിയല്ല. രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും ലെക്ക് കെട്ടിയിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ എന്ത് വിവരക്കേടും വിളിച്ചു പറയാൻ സാധിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കർണാടകയിൽ നിങ്ങൾ പറഞ്ഞല്ലോ, കർണാടകയിൽ ശ്രീ നിഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രജ്വൽ ഗൗഡയുടെ ഏറ്റവും വലിയ ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ, അദ്ദേഹത്തിന്റെ ആ പീഡന കേസുകൾ ആ തെരഞ്ഞെടുപ്പിനകത്ത് ചർച്ച ചെയ്യപ്പെടുകയാണ്. അയാളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇയാളെ എനിക്ക് ഡൽഹിക്ക് വേണമെന്ന് പറയുന്നു. അപ്പൊ ആരോടൊപ്പമാണ്? സ്ത്രീകൾ ഇത് കാണുന്നില്ലേ? അതോടൊപ്പം തന്നെ സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള ബ്രിജ്ഭൂഷൺ യാദവിന്റെ മകന് സീറ്റ് കൊടുത്തിരിക്കുകയാണ്. ആ ബ്രിജ്ഭൂഷൺ യാദവ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ കായിക താരത്തിന്റെ ഇന്ത്യൻ കായിക മേഖല അഭിമാനമായിട്ടുള്ള സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ ഉയർത്തിയിട്ടുള്ള വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ലേ? അങ്ങനെ എന്തെല്ലാം മേഖലകളിൽ ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നു. അത് തന്നെയാണ് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ അവരുടെ ജീവൽ പ്രശ്നങ്ങൾ. കർഷകരെ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നു, ചെറുപ്പക്കാരെ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നു, ഇവിടുത്തെ സ്ത്രീകളെ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നു, ഇവിടുത്തെ പാവപ്പെട്ടവരെ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ മേഖലയിലും ജനങ്ങളെ ഞങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായി അവരുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയം പറയാണ്, ഞങ്ങൾ അതിന്റെ മാനിഫെസ്റ്റോയിൽ പറയാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദിക്ക് തോന്നി ഇത് മുമ്പോട്ട് പോയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പൊതുവെ നരേന്ദ്രമോദി ഉയർത്തിക്കൊണ്ടുവരുന്ന പല കാര്യങ്ങളിലും പ്രതിപക്ഷത്തെ തളച്ചിടാനാണ് ഇവർ ശ്രമിച്ചെങ്കിൽ ഇന്ന് പ്രതിപക്ഷത്തിന്റെ പല കാര്യങ്ങൾക്കകത്തും നരേന്ദ്രമോദി അതിനകത്ത് കൊത്തുന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീ നിഷാദ്, മാത്രമല്ല ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം കൂടി, പുൽവാമ എന്ന് പറയുന്ന ഈ രാജ്യത്തിനകത്ത് സംഭവിച്ച ഒരു വിഷയം, അതിന്റെ മുമ്പിലായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രചാരവേല. പുൽവാമയിൽ നടന്നിട്ടുള്ള ഈ ഭീകരാക്രമണത്തിന് തിരിച്ചടി കൊടുക്കാൻ നരേന്ദ്രമോദി വരണമെന്ന്. പക്ഷേ ഇത്തവണ സത്യപാൽ മാലിക് എന്ന് പറയുന്ന BJPയുടെ നേതാവായിട്ടുള്ള ആൾ തന്നെ ഇത്തരം ഒരു കാര്യം പറഞ്ഞപ്പോൾ പുൽവാമയിൽ നടന്ന കാര്യം എന്താണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞപ്പോഴാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് ബോധ്യമായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു പുൽവാമ ചിലപ്പോൾ ആവർത്തിക്കാതിരിക്കുന്നത്. സത്യപാൽ മാലിക്കിന് അദ്ദേഹത്തോട് നന്ദി പറയേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ അതുകൊണ്ട് ബിജെപിക്ക് അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയാതെ പോയ തെരഞ്ഞെടുപ്പാണ് ഇത്. പ്രതിപക്ഷം പറയുന്നത് ജനങ്ങൾ കേൾക്കുന്നുണ്ട് എന്നാണ് റിജിൽ പറയുന്ന കാര്യം. ശ്രീത്ത്, BJP സർക്കാരിനെതിരെ ഉന്നയിക്കാൻ നിരവധിയായ വിഷയങ്ങൾ പ്രതിപക്ഷത്തിനുണ്ട്. തൊഴിലില്ലായ്മ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ഹിന്ദു CSDA സർവേ എടുത്ത് പരിശോധിച്ചാൽ തന്നെ ആളുകൾ വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നു, തൊഴിലില്ലായ്മയെക്കുറിച്ച് സംസാരിക്കുന്നു. രാമക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം തന്നെ ആളുകൾ അതേ ഗ്രാവിറ്റിയിൽ ഇഷ്യൂസ് ഉന്നയിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരു വശത്ത് മോദി, അപ്പുറത്ത് ഒരു പ്രതീക്ഷയുടെ ഒരു പ്രതലം എന്ന് പറയുമ്പോൾ ബലവത്തായ ഒന്ന്, സുഘടിതമായ ഒന്ന്, ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ആ സംവിധാനം എന്തുമാത്രം ആളുകൾക്കിടയിലേക്ക് വേരോടിയിട്ടുണ്ട്, ആളുകൾക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ സഖ്യം എന്ന സന്ദേശം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക്, സാധാരണ മനുഷ്യരിലേക്ക് എന്തുമാത്രം എത്തിക്കുന്നതിൽ അതിൻ്റെ മെക്കാനിസത്തിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഒരു ബദൽ എന്ന നിലയ്ക്ക്. ഇപ്പം ഇന്ത്യ സഖ്യത്തിന് ഒരു പൂർണ്ണമായ വിജയമാണോ അല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ഓരോ സംസ്ഥാനങ്ങളിലും ഒരു തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നേരിടാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം എല്ലായിടത്തും വളരെ ശക്തമായിട്ട് നടന്നിട്ടൊന്നുമില്ല. മഹാരാഷ്ട്രയിൽ മറ്റൊരു തരം സഖ്യമാണ് ഉള്ളത്. ഇതേപോലെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു പ്രകടമായ പ്രവർത്തനം കാണാൻ കഴിയുന്നത് UPയിലും ബീഹാറിലുമാണ്. അത് വളരെ സുഘടിതമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു നേതൃത്വത്തിൽ രണ്ട് സംസ്ഥാനത്തുമുള്ള പ്രാദേശികമായിട്ടുള്ള പാർട്ടികളുടെ നേതൃത്വത്തിലാണ് ഈ ഇന്ത്യ സഖ്യം പ്രവർത്തിക്കുന്നത്. അവർ വളരെ സുഘടിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അവരാണെങ്കിൽ ഈ ദേശീയ തലത്തിലുള്ള ഉയർന്നു വരുന്ന ചർച്ചകളെ അല്ല അവർ പരിഗണിക്കുന്നത്. അവർ പ്രാദേശികമായിട്ട് സംസ്ഥാന തലത്തിലെ കാര്യങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ ഈ പറയുന്ന രീതിയിലുള്ളൊരു വലിയ ഒരു ഗവൺമെൻറ് വരേണ്ടതിൻ്റെ എല്ലാം ആവശ്യം പറയുന്നുണ്ട്. ഒരു മോഡിക്ക് ബദലായിട്ട് വരുന്ന ഒരു സർക്കാരിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഈ തൊഴിലില്ലായ്മ മുതൽ അവിടെ പ്രാദേശിക തലത്തിൽ പ്രശ്നങ്ങൾ മുതൽ അവിടുത്തെ ഒരു ഗുഡ് ഗവേണൻസ് മുതലുള്ള കാര്യങ്ങളാണ്. അത് ബീഹാറിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ബീഹാറിൽ തന്നെ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും നമുക്കറിയാം നിതീഷ് കുമാറിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രസക്തി ഇത്തവണ വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇത്തവണ ആദ്യമായിട്ടാണ് നിതീഷ് കുമാറിന് കുറച്ച് സീറ്റ് BJP കൊടുക്കുന്നത്. നിതീഷ് കുമാറിനേക്കാളും കൂടുതൽ സീറ്റിലാണ്, JDUവിനേക്കാളും കൂടുതൽ സീറ്റിലാണ് ഇത്തവണ BJP അവിടെ മത്സരിക്കുന്നത്. നിതീഷ് കുമാറിനെ കുറിച്ചിട്ട് ഇപ്പോഴും ഒരാശങ്ക BJPയുടെ ഉള്ളിലും നില
നിലനിൽക്കുന്നുണ്ട്. കാരണം ഇലക്ഷനിൽ എന്തെങ്കിലും തരത്തിലൊരു ചേഞ്ച്, ചെറിയൊരു സീറ്റിൻ്റെ കുറവുണ്ടെങ്കിൽ മറ്റ് സ്ഥലത്തേക്ക് വീണ്ടും ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന ഒരാളാണ് നിതീഷ് കുമാർ എന്നുള്ളൊരു ചർച്ചയും അവിടെ BJPയുടെ ഉള്ളിൽ നിന്ന് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഹാറിലും ഉത്തർപ്രദേശിലും ഈ സഖ്യം വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന മാതിരി മറ്റേ പശ്ചിമ ബംഗാളിൽ ആ സഖ്യമല്ല പ്രവർത്തിക്കുന്നത്, അത് മറ്റൊരു തരത്തിലാണ് പ്രവർത്തിക്കുന്നത്. പഞ്ചാബിൽ സഖ്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ പല സ്ഥലത്തും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഈ സ്ഥലങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ മറ്റേ ഇവിടെ ഉത്തർപ്രദേശിൽ റായ്ബറേലിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ജാഥ, അതിലേക്ക് മറ്റേ അഖിലേഷ് സിംഗ് യാദവും ബാക്കി കോൺഗ്രസിൻ്റെ ലീഡേഴ്സും കൂടി ചേർന്ന് വന്നിട്ടുള്ള ഒരു വലിയ ജാഥയൊക്കെ വളരെ കൃത്യമായിട്ടുള്ളൊരു ഫങ്ഷനിങ് ആണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ SP BSP സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഈ മഹാഗഠബന്ധൻ ഉണ്ടാക്കിയെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ചെന്ന് കാണുമ്പോൾ നമുക്ക് അറിയാമായിരുന്നു ഇത് ഗ്രൗണ്ട് തലത്തിൽ പ്രവർത്തിക്കാത്ത ഒരു സഖ്യമാണ്. കാരണം SP-യും BSP-യും തമ്മിലുള്ള ദീർഘകാലമായിട്ടുള്ള പ്രശ്നവും പ്രതിസന്ധിയും അങ്ങനെ തന്നെ ഗ്രൗണ്ട് ലെവലിൽ ഉണ്ടായിരുന്നു. നേതാക്കന്മാർ മാത്രം അടുത്തിരുന്നത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല. പക്ഷെ ആ അവസ്ഥയല്ല ഇത്തവണ അവിടെ ഉള്ളത്. അവിടെ കൃത്യമായിട്ടും കോൺഗ്രസിൻ്റെ ആളുകളും SP-യുമായിട്ട് വളരെ അവരെ രണ്ടു കൂട്ടരെയും സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകമായ ഒരു മത്സരമാണ്. കാരണം രണ്ടു കൂട്ടരെയും സർവൈവലിൻ്റെ ഒരു പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വളരെ കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ഓരോ പ്രദേശത്തേക്കും അവരുടെ സവിശേഷമായ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഈ സഖ്യത്തിൻ്റെ. ലോക്കൽ ഓപ്പണൻസിന് BJP അവിടെ ഭയപ്പെടുത്താൻ കഴിയുന്നുണ്ടെന്ന് നിരീക്ഷണമാണ് ശ്രീജിത്ത് പങ്കുവയ്ക്കുന്നത്. അല്ല, ശ്രീ ജയസൂര്യൻ, നമ്മൾ ഇനിയും 2-3 ഘട്ടങ്ങളെ പിന്നിടാനുണ്ട്. ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളെ കേൾക്കാനുണ്ട്. പ്രധാനമായും BJPയുടെ സ്റ്റാർ ക്യാമ്പയിനുടെ ഭാഗത്തുനിന്ന് കേൾക്കേണ്ടി വരുന്നത് മുസ്ലിങ്ങൾ കൊണ്ടുപോകാനിടയുള്ള അവകാശങ്ങളെക്കുറിച്ചുള്ള ഭീതി പരത്തൽ തന്നെ ആയിരിക്കുമോ? അല്ല, ഒരിക്കലുമല്ല. ഇതൊക്കെ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഭീതി പരത്തൽ മാത്രമാണ്. ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഇന്ത്യയുടെ വികസനമാണ്, അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്ന ആനുകൂല്യങ്ങളാണ്, ഇനിയും കിട്ടേണ്ടതായിട്ടുള്ള വികസന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളാണ്. കേരളത്തിലെ 1-2 മാധ്യമങ്ങൾ മോദി സർക്കാരിനെതിരെ ഒരു നിലപാട് സ്വീകരിക്കുന്നു, തെറ്റായി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലോജിക്കലി അത് മനസ്സിലാവും. ഇന്ത്യയിൽ ഇപ്പം മോദി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതേപടി സംപ്രേഷണം ചെയ്യാൻ കാത്തുകെട്ടി കിടക്കുന്ന നോയിഡ മീഡിയ നിങ്ങൾക്കെതിരെ എന്തോ തെറ്റായി വക്രീകരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആവുന്ന കാര്യമല്ല. മോദി കൊടുക്കുന്ന ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന അബദ്ധങ്ങൾ മുതൽ വ്യാജങ്ങൾ വരെ വിനീത വിധേയമായി കേട്ടുകൊണ്ടിരിക്കുന്ന സീനിയർ എഡിറ്റർമാരെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളത് മാധ്യമങ്ങൾ നിങ്ങൾക്കെതിരെ എന്ത് കുപ്രചരണം, എന്ത് വളച്ചൊടിക്കൽ നടത്തിയതാണ് പിടികിട്ടിയില്ല. ഇന്ത്യയിലെ പ്രധാന മാധ്യമങ്ങൾ, മോദി ഭക്തരായ ഗോദി മീഡിയ പോലും തലക്കെട്ടാക്കുന്നത് മോഡി പറയുന്നത് അതിലേതാണോ വേണ്ടത് അതാണ്. ഏതാണ് ഈ നിങ്ങൾക്കെതിരായ മാധ്യമങ്ങൾ? മനസ്സിലായില്ല. അല്ല, നമ്മൾ ഈ ചർച്ച നടത്തുന്നത് കേരളത്തിൽ ഇരുന്നു കൊണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. അല്ലാതെ കേരളത്തിന് പുറത്ത് ഈ സംഭവമൊന്നുമില്ലല്ലോ. ഈ പറയുന്ന കൊടുങ്കാറ്റൊക്കെ വെറും ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമല്ലേ. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 57 സീറ്റുകളിൽ ഇന്ത്യ നിറഞ്ഞ് മത്സരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അവർക്ക് ഇന്ത്യയിൽ ഒരൊറ്റ മുഖ്യമന്ത്രിയേ ഉള്ളൂ, പിണറായി വിജയൻ. 2 ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞപ്പോഴേ സകുടുംബം അദ്ദേഹം വിനോദയാത്രയ്ക്ക് വിദേശത്ത് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുമതല അത്രയേ ഉള്ളൂ, ഉത്തരവാദിത്വം അത്രയേ ഉള്ളൂ. ഈ ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഇന്ത്യ വിട്ടു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത്ര ഉത്തരവാദിത്വമേ ഉള്ളൂ പ്രതിപക്ഷത്തിലെ വലിയ നേതാക്കന്മാർക്ക് എന്ന് ഇന്ത്യ മുഴുവൻ ഒരു മെസ്സേജ് കൊടുത്തിട്ടാണ് അദ്ദേഹം പോയത്. 57 സീറ്റ് ഇന്ത്യ മുഴുവൻ മത്സരിക്കുക, എന്നിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ മമതാ ബാനർജിക്കാണെങ്കിലും ബംഗാളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഇതുപോലെ എവിടെയാണെങ്കിലും ഈ പറയുന്ന വലിയ നേതാക്കന്മാർ, അതായത് ഇന്ത്യ സഖ്യത്തിൻ്റെ, ഇന്ത്യ മുന്നണിയുടെ വമ്പൻ നേതാക്കന്മാരെന്ന് പറയുന്നത് സംസ്ഥാനത്തെ പ്രാദേശിക നേതാക്കന്മാരാണ്. അവർക്ക് മറ്റൊരു സംസ്ഥാനത്ത് യാതൊരു വിധത്തിലുള്ള അക്സെപ്റ്റൻസും ഇല്ല, അതുകൊണ്ട് അവരങ്ങോട്ട് പോകുന്നുമില്ല. പിന്നെ ഇവർ എങ്ങനെ നരേന്ദ്രമോദിയെ മറിച്ചിടും എന്നാണ് പറയുന്നത്. സമയം ഒന്ന് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. താങ്ക് യു ശ്രീ ജയസൂര്യൻ, ശ്രീജിത്ത്, ഒപ്പം ശ്രീ റിജിൽ മാക്കുറ്റി ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിനുള്ള